വെൽക്കം ടു ലേൺ മ്യൂറൽസ്. ചുമർചിത്രങ്ങളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ടതും സിമ്പിളുമായിട്ടുള്ള ഒരു ആഭരണമാണ് നമ്മൾ ഇന്നിവിടെ വരയ്ക്കാൻ പോകുന്നത്. തോൾവള. ഷോൾഡറിലായാണ് ഈ ആഭരണം സാധാരണ വരയ്ക്കുന്നത്. കൈയുടെ ആംഗിളിനനുസരിച്ച് തോൾവളയുടെ സ്ട്രക്ചറിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണാറുണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വരയ്ക്കുന്നത് 3 തരത്തിലുള്ള തോൾവള ഡിസൈൻസ് ആണ്. ലേൺ മ്യൂറൽസിൻ്റെ ഓൺലൈൻ മ്യൂറൽ പെയിൻറ്റിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടങ്ങാം. ഞാനിവിടെ ഇപ്പോൾ 2 ക്യാരക്ടേഴ്സിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഈ തോൾവള ഏതു ഭാഗത്തായിട്ടാണ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ ഒക്കെ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാനൊരു ചെറിയൊരു കുണ്ടലത്തിന് ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. ഈ കുണ്ടലത്തിന് തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ആഭരണം വരയ്ക്കുന്നത് ഇവിടെ. അപ്പോൾ കുറച്ച് ഭാഗം ഈ കുണ്ടലത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ഈ ഷോൾഡറിന് കുറച്ച് താഴെയായിട്ട് കൈയുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് മുട്ടുകൈ വരുന്നത്. അതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഷോൾഡറിൽ നിന്ന് കുറച്ച് താഴെയായിട്ടാണ് നമ്മളിവിടെ ഈ തോൾവള വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ആഭരണത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞതുപോലെ ഈ കുണ്ടലത്തിൻ്റെ പുറകിലേക്കായിട്ട് കാണുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ വരുന്നത് ഇതിലൂടെ വന്നിട്ട് ഈ ഷോൾഡറിൽ കയറി ഇരിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ വന്ന് ചെറുതായിട്ട് അതിനൊരു ഒരു ഫ്ലോയിലാണ് നമ്മളത് വരയ്ക്കേണ്ടത്. ആഭരണം ഒരു നമ്മുടെ ബോഡിയുടെ എങ്ങനെയാണോ നമ്മൾ ബോഡി ഇരിക്കുന്നത് അല്ലെങ്കിൽ കൈ ഇരിക്കുന്നത് ആ രീതിയിൽ അതിനൊരു ഫ്ലോയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഈ ഭാഗം ഇനി ഇവിടെ വേറൊരു ആഭരണം വരുന്നുണ്ട്. ആ ആഭരണത്തിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് കയറി നിൽക്കുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. കൈയുടെ പൊസിഷൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ വരയ്ക്കുന്ന തോൾവളയുടെ ഒരു സ്ട്രക്ചറിന് ചെറിയതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വരയ്ക്കുന്നത് ഒരു നായകമണിയാണ് നമുക്കിവിടെ വരയ്ക്കേണ്ടത്. ഇത് തോൾവള നമ്മൾ 2 തോളിലുമായിട്ട് വരയ്ക്കുന്നതാണ്. ഇതുപോലെ ആക്കിയിട്ടാണ് നമ്മളിതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന ഡിസൈൻസൊക്കെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അത് കാണിക്കാം. ഇനി ഈ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു കുണ്ടലത്തിൻ്റെ ഔട്ട്ലൈൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ കുണ്ടലത്തിൽ നിന്ന് പുറകുവശത്തു നിന്നായിട്ട് കാണുന്ന രീതിയിലാണ് നമുക്കിവിടെ വരയ്ക്കേണ്ടത്. ഇത് വരച്ച് വരുമ്പോൾ ഒരുപാട് താഴേക്ക് അങ്ങ് പോവാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് മുകളിലോട്ട് കയറിയും വരാത്ത രീതിയിൽ വേണം വരയ്ക്കാൻ. ഈ ഒരു ഭാഗം ഈ ഒരു ആഭരണത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ഔട്ട്ലൈൻ കൊടുത്തതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ജസ്റ്റ് ഈ രീതിയിലും കൊടുക്കാം. അല്ലാതെ തന്നെ നമുക്ക് ഒന്നും കൂടെ അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ടും കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഡിസൈനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നമ്മളൊരു ക്ഷേത്രത്തിലെ ചിത്രങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ചിത്രങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവും. ഒരു പാനലിൽ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സിന് തന്നെ പല രീതിയിലുള്ള ആഭരണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. സിമിലറായിട്ടുള്ള ആഭരണങ്ങൾ മെയിൻ ക്യാരക്ടേഴ്സിന് അതേപോലെ തന്നെ സബ് ക്യാരക്ടേഴ്സിനൊക്കെ ഒരേപോലെയുള്ള ആഭരണങ്ങൾ കൊടുക്കുന്നതുമുണ്ട്, അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ കൊടുക്കുന്നതുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് 2 തരത്തിലുള്ള തോൾവളകളാണ്. ഇനി ഇതല്ലാതെ ഒരേപോലെ തന്നെ ആയിട്ടുള്ള 2നും സെയിം ആയിട്ടുള്ള തോൾവളകളും വരയ്ക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ ആഭരണങ്ങളെല്ലാം വരയ്ക്കാവുന്നതാണ്. ഇനി അതെല്ലാം ഒന്നും കൂടെ നമ്മൾ വരയ്ക്കുന്നതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് പിന്നെ
സബായിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ അതിൽ നിന്നും കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് കുറവായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ആഭരണങ്ങൾ കൊടുക്കുന്ന രീതിയിലും ചെയ്യാറുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡ് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺ സിയനയുടെയും 1:1 എന്നുള്ള റേഷ്യോയിലുള്ള മിക്സാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ സെൻറ്റർ പോർഷനിലായിട്ടാണ് ഈ നായകമണി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ആഭരണം വരുമ്പോൾ ഇതൊരു കൈയുടെ നമ്മുടെ കൈയുടെ വരച്ചിരിക്കുന്ന കൈയുടെ ഭാഗമാണ്. ആ കൈയുടെ ഒരു സെൻറ്റർ പോർഷനിലായിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ കൊടുക്കുന്നത്, ഈ ഒരു നായകമണി ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി നായകമണി അല്ല ഇവിടെ കൊടുക്കുന്നതെങ്കിൽ അതിന് വേറെ സിമ്പിളായിട്ടുള്ള വേറെയും ഡിസൈൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ടാണ് വരേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ ഇത്രയും ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് ഈ രീതിയിൽ തന്നെ ഇത്രയും രീതിയിൽ വയ്ക്കാം, ഒന്നുകിൽ വരയ്ക്കാം, ഒരു ഡിസൈനായിട്ട് വരയ്ക്കാം. ഇനി ഇതല്ല, ഇനി ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അതൊന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ചെയ്യാം. ഈ ഒരു ആഭരണമാണ് ഞാൻ കാണിക്കുന്നതിന്. ഇത് ഇന്ന സ്ഥലത്തുള്ള ഡിസൈനെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള ചിത്രങ്ങളിലുള്ള ഡിസൈൻ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാൻ മതിയോ, ഇത് അവിടെ ഈ ഒരു ഡിസൈൻ മാത്രമാണ് ഉള്ളത് എന്നുള്ളത്. അങ്ങനെയുള്ള രീതിയിലുള്ള പല കമൻസും മെസ്സേജസും വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഒരു മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ഥലത്ത് ഒരു സ്ഥലങ്ങളിലെ തൊടിക്കളമാണെങ്കിലോ അല്ലെങ്കിൽ മട്ടാഞ്ചേരി ആണെന്നുള്ള ചിത്രത്തിലുള്ള ഡിസൈനാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ മട്ടാഞ്ചേരിയിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. പല ചിത്രങ്ങളിലും പല രീതിയിലുള്ള ശൈലിയിലുള്ളത് വരച്ചിട്ടുണ്ടാവും, പല മാറ്റങ്ങളും ഉണ്ടാവും. അതിലുള്ള ഏതെങ്കിലും ഒന്നിനെയാണ് നമ്മളിവിടെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ അതല്ലാത്ത രീതിയിലുള്ളതും അവിടെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ 2 ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടും ഇതൊന്ന് സിമ്പിളായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മെയിൻ ക്യാരക്ടർ. അതുകൊണ്ടാണ് ഞാനൊന്നും കൂടെ അത് ഡീറ്റെയിൽ ആയി കൊടുത്തത്. ഇനി ഇതല്ലാതെ ഇതിനൊന്നും കൂടെ നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തിരുന്നത് വരച്ചിരുന്നേക്കാൾ ഒരു ലെയർ മണിമാല കൂടെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൂടെ ഡീറ്റെയിൽസായി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്നും എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത് നോക്കാം. യെല്ലോ ഓക്കറാണ് ഇവിടെ നമ്മൾ യെല്ലോ വാഷിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം വരച്ചിരുന്ന പോലെ ഈ മണിമാല ഡിസൈൻ കൊടുക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു രീതിയിൽ നായകമണി ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു പോർഷൻ മാത്രമാണ് ഉണ്ടാവുക. ഇനി ഈ ഒരു മണിമാലയും കൂടെ ചേർക്കുമ്പോൾ നമുക്കതിനും കൂടെ വാഷ് ചെയ്തിട്ട് ഷെയ്ഡ് കൊടുത്തിട്ട് എടുക്കാം. ഇവിടെയും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആദ്യം ഈ യെല്ലോ വാഷാണ് കൊടുക്കുന്നത്. ഇതൊന്ന് ഇനി നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി എടുത്ത സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺ സിയനയുടെയും 1:1 റേഷ്യോയിലുള്ള മിക്സ് തന്നെയാണ് ഞാനിവിടെ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്.
ഇപ്പോൾ റെഡിൻ്റെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഡ്രൈ ആയതിനു ശേഷം ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ഇപ്പം നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ 3 ഡിസൈനിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഈ 2 ഡിസൈനും ഒന്ന് ഈ ഒരു പോർഷൻ മാത്രമായിട്ടുള്ളതും ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കൂടുതൽ ക്യാരക്ടേഴ്സിനെ വരയ്ക്കുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള പല രീതിയിലുള്ള തോൾവളകൾ വരച്ച് ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ട് ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം.